ഗ്രഹങ്ങളുടെ അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്കതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോൾ ഓഫീസിൽ ചെന്ന ബോസിനായാലും സഹപ്രവർത്തകരായാലും ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനായാലും എല്ലാത്തിനും ആ വസ്ത്രത്തിനൊരു ധാരണയുണ്ട്. ഭർത്താവും ഭാര്യയായിട്ട് വഴക്കാണ്, അവർ ബ്ലോക്കാക്കി വെച്ച് ഇപ്പോഴത്തെ പരിപാടികളിൽ ബ്ലോക്കാക്കി വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ തിലകം തൊടുക മാത്രമല്ല, എല്ലാവരും തിലകം തൊടില്ലല്ലോ, തൊടാത്തവർക്കും ചെയ്യാം. അവർക്ക് വശ്യമന്ത്രം ജപിച്ച് ഉപ്പുവെള്ളത്തിൽ ഗ്ലാസ് ഉപ്പുവെള്ളം എടുത്തിട്ട് അതിനകത്ത് 3 സ്പൂൺ കല്ലുപ്പിടുക. ഈ കല്ലുപ്പിടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടുക. പീസ് പേപ്പറിൽ ആ ആളുടെ പേരും, അതായത് ഭർത്താവിൻ്റെ പേരും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുടെ അവരുടെ പേരും, വുഡ്ബിയാണ് അവരുടെ പേരും, നമ്മുടെ പേരും എഴുതുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമുക്ക് ഉപാസനയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് വലിച്ചിരിക്കും കേട്ടോ, ശ്രദ്ധിക്കുന്നത് പറയുമ്പോൾ. എനിക്ക് അനുഭവമായിട്ടാണ് അതാണ് പറഞ്ഞത്. വജ്രദേഹായ രാമഭക്ത വായു നമ്മൾ ഹനുമാനെ ഉപാസിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ന് ചെയ്യുന്നവർ പ്രാർത്ഥിച്ച ഹനുമാൻ നമ്മൾ വെറുതെ സംരക്ഷിക്കും. അപ്പോൾ നമ്മൾ ആര് ഉപദ്രവിച്ചാലും അവർക്ക് തിരിച്ചടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് പറയാനായിട്ട് എപ്പോഴും. നമസ്കാരം. നമ്മളിപ്പം ഓരോ ദിവസങ്ങളും ഗ്രഹങ്ങളുടെ അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്കതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോൾ ഓഫീസിൽ ചെന്ന ബോസിനായാലും സഹപ്രവർത്തകരായാലും ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനായാലും എല്ലാത്തിനും ആ വസ്ത്രത്തിനൊരു ധാരണയുണ്ട്. ഞായറാഴ്ച എന്ന ദിവസം സൂര്യൻ്റെ ദിവസമാണ്. സൂര്യൻ്റെ നിറമാണ് റെഡ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സൂര്യോദയ സമയത്ത് ചുവന്നതും സൂര്യൻ അസ്തമിക്കുമ്പോഴും ചുവന്നൊരു ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ചുവന്ന ഡ്രസ്സ് എന്നുവെച്ചാൽ ചുമപ്പും ഇട്ട് നടക്കാനല്ല പറയണത്, റെഡ് ചേർന്ന ഡ്രസ്സുകൾ ധരിച്ചാൽ, ഇല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും റെഡ് കളർ കയ്യിൽ വച്ചാൽ അന്നത്തെ ദിവസം ശോഭനമായിരിക്കും. സൺഡേ, മൺഡേ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്, അത് തിങ്കളാഴ്ച. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറോ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ അന്നത്തെ ദിവസം അവർക്ക് വളരെയധികം നല്ലതായിരിക്കും. ഇനി ബുധനാഴ്ച ദിവസം, ബുധൻ എന്ന് പറയുമ്പോൾ ബുധൻ്റെ നിറമാണ് പച്ച, ചെറുപയർ പച്ച, അതൊക്കെ നല്ലതാണ്. ബുധൻ്റെ ദിവസം പച്ച തടർന്ന ഡ്രസ്സുകളോ പച്ച കളർ ഡ്രസ്സുകളോ ധരിച്ചാൽ അന്നത്തെ ദിവസം ശോഭനമായിരിക്കും. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ മഞ്ഞ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞയോ മഞ്ഞ കളർന്ന ഡ്രസ്സുകളോ ധരിച്ചാൽ അന്നത്തെ ദിവസം വളരെ ശോഭനമായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുപ്പ് വൈറ്റോ ഓഫ് വൈറ്റോ കളർ ചേർന്ന ഡ്രസ്സുകൾ ധരിച്ചാൽ, ശുക്രൻ്റെ ദിവസം, ശുക്രൻ്റെ നിറമാണ് സിൽവർ കളറാണ്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ധരിച്ചാൽ വളരെ സൗകര്യം, വളരെ നല്ല ദിവസമായിരിക്കാം. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ശനിയുടെ നിറമാണ് കറുപ്പും നീലയും. ഈ കറുപ്പും നീലയും കളർന്ന ഏതെങ്കിലും ഡ്രസ്സുകൾ ധരിച്ചു കഴിഞ്ഞാൽ, കറുപ്പോ നീലയോ ധരിച്ച ഡ്രസ്സ് ധരിച്ചാൽ വളരെ നല്ല. കറുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയതാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് കറുത്ത വസ്ത്രം ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല, കറുപ്പിലേക്ക് എല്ലാം അടങ്ങിയിരിക്കുന്നു, ഒന്നും വേണ്ട ഇനി, അതതിൻ്റെ അർത്ഥം. കറുപ്പോ നീലയോ ധരിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ബോസിന് നമ്മളെ കണ്ടുകൂടാ. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു വശ്യമന്ത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വശീകരിച്ചെടുക്കുകയല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വാല്യൂ തരാനായിട്ട് ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഭർത്താവ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്നേഹമൊക്കെയാണ് കാണാണ്ടിരിക്കുക, കണ്ടു കഴിഞ്ഞാൽ വഴക്കടിയാണ്. നക്ഷത്രങ്ങൾ എന്തും ആയിക്കോട്ടെ, എന്ത് മദ്യനോ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഈ ഭർത്താവിനെ നമ്മളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്. അതുപോലെ കുട്ടികൾ, പഠിക്കാൻ മടിയുള്ള കുട്ടികൾ, നമ്മൾ അമ്മമാരും അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടാവും. അത് വലിയ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ ആ കുട്ടികളെ നമ്മൾ അനുസരിച്ച് അതിനും മന്ത്രങ്ങളുണ്ട്. അതേപോലെ ജോലിക്കാർ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്കുണ്ടെങ്കിൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കില്ല, അപ്പോൾ നമുക്ക് ദിവസം, അപ്പോൾ അതിനും നമുക്ക് അവരെ വശീകരിക്കാനുള്ള മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ആളുകളെ നല്ല രീതിയിലാക്കാനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വാല്യൂ കിട്ടാനും ഉള്ള മന്ത്രങ്ങളുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് ധനം വരാനുള്ള മന്ത്രങ്ങളുണ്ട്. ധനമാണ് നമുക്ക് പ്രധാനം. ധനമുള്ളവനെ പണമില്ലാത്തവൻ പിണമാണെന്ന് പണ്ട് പറയും. എന്ന് പറഞ്ഞ് പണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് പണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് പണമുണ്ടാവാനും നമുക്ക് ചൊല്ലാൻ്റെ മന്ത്രങ്ങളുണ്ട്. മന്ത്രം മാത്രം ചൊല്ലിയാൽ പോരാ, നമ്മൾ പ്രവൃത്തിയും ചെയ്യണം. അപ്പോൾ ബോസിനോട് സ്നേഹം തോന്നിയിട്ട് കാര്യമില്ല, നമ്മൾ വർക്ക് പെർഫെക്റ്റ് ആവും. നമ്മളെല്ലാം നന്നായി ചെയ്തിട്ടും നമുക്കൊരു വാല്യൂ വരുന്നില്ലെങ്കിൽ ചെല്ലേണ്ട മന്ത്രങ്ങൾ ഉണ്ട്. ആ മന്ത്രങ്ങൾ ധാരാളമായിട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഭാര്യാഭർത്താക്കൾ കലഹമാണ് എങ്കിൽ അവന് വശ്യതിലകം എന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. വശ്യതിലകം എന്ന് പറഞ്ഞ തിലകമുണ്ട്. ആ കുങ്കുമം പനിനീര് ചാലിച്ച് തൊട്ട് കഴിഞ്ഞാൽ ആ ആൾക്ക്, അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തോടെ നമ്മൾ ആ ഉദ്ദേശം നമുക്ക് നടന്നിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ പൈസ ലോൺ കിട്ടണം, ലോൺ കിട്ടാനായിട്ട് ബാങ്കിൽ അപേക്ഷിച്ചിട്ട് എല്ലാം റെഡിയായി, പക്ഷേ കൈ കിട്ടുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ഈ തിലകം തൊട്ടിട്ട് മന്ത്രമുണ്ട്. ആ മന്ത്രമൊക്കെ ജപിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഭർത്താവ് എനിക്ക് അനുഭവമുണ്ട്. ഭർത്താവും ഭാര്യയായിട്ട് വഴക്കാണ്. അവർ ബ്ലോക്കാക്കി വെച്ചു. ഇപ്പോഴത്തെ പരിപാടികളിൽ ബ്ലോക്കാക്കി വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തിലകം തൊടുക മാത്രമല്ല, എല്ലാവരും തിലകം തൊടില്ലല്ലോ, തൊടാത്തവർക്കും ചെയ്യാം. അവർക്ക് വശ്യമന്ത്രം ജപിച്ച് ഉപ്പ് വെള്ളത്തിൽ ഗ്ലാസ് ഉപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 3 സ്പൂൺ കല്ലുപ്പിടുക. ഈ കല്ലുപ്പിടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടുക. പീസ് പേപ്പറിൽ ആ ആളുടെ പേരും, അതായത് ഭർത്താവിൻ്റെ പേരും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുടെ അവരുടെ പേരും, വുഡ്ബിയാണ് അവരുടെ പേരും, നമ്മുടെ പേരും എഴുതുക. എഴുതിയ ശേഷം എന്താണോ ആവശ്യം എന്ന് എഴുതുക. ആ ആവശ്യം എഴുതി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, നടന്നതായിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എഴുതുക. എന്നിട്ട് ആ പേപ്പർ നമ്മുടെ വശത്തേക്ക് മടക്കി ഈ ഉപ്പുവെള്ളത്തിലിടുക. 3 ദിവസം റിപ്പീറ്റ് ചെയ്യുക. 4ാമത്തെ ദിവസം അത് തെങ്ങിട്ടുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുക. അത് ഉറപ്പാണ്. ചിട്ടി കിട്ടാനും നമുക്ക് ഇപ്പോൾ KSF ചിട്ടിയുണ്ട്, എന്താ കിട്ടിയില്ലോ എന്ന് ചോദിച്ചാൽ ഈ ഉപ്പുവെള്ളത്തിൻ്റെ പരിഹാരം ചെയ്യാം. പിന്നെ നമ്മൾ ആ മന്ത്രവും ജപിക്കാം. ആ മന്ത്രവും ജപിച്ച് ഈ ഉപ്പുവെള്ളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിട്ടി നമുക്ക് നറുക്ക് വീണിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലാതിരിക്കും. അത് ചെല്ലുന്നതിൻ്റെ നമ്മൾ സത്യത്തോടും പ്രാർത്ഥനയോടുകൂടും ശുദ്ധിയോടുകൂടി നമ്മൾ അർപ്പിച്ച് ചെയ്യണം. എന്ത് കാര്യവും അർപ്പണത്തോടെ ചെയ്താൽ മാത്രമേ അതിന് ഫലമുള്ളൂ. അതാണ് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് നടന്നു എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഒരാൾ ലോ ഓഫ് അട്രാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ട് പറയാം, എനിക്ക് 1 കോടി രൂപ കിട്ടിയിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസമില്ല, പഠിപ്പില്ല, ഒന്നുമില്ല, അയാൾക്ക് എങ്ങനെ 1 കോടി കിട്ടും? എങ്ങനെ കിട്ടും? അപ്പോൾ എന്ത് ചെയ്യണം? ചിലവർ ലോട്ടറി ടിക്കറ്റ് എടുക്കും, എന്നാലും 1 കോടി ഒന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അത് എനിക്ക് ലോകത്തിലെല്ലാം എനിക്ക് കിട്ടുന്നത് നടക്കുമോ? അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഉറപ്പായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ അതുപോലെ നമ്മളെപ്പോഴും വീട്ടിൽ ധനമുണ്ടാവണം എന്നിട്ട് കാര്യമില്ല. വൃത്തിയും ശുദ്ധിയും എടുത്താണുള്ളൂ. പൂജാമുറിയും അടുക്കളയും ഒരുപോലെ വൃത്തിയായിരിക്കണം. രാത്രി കിടക്കാൻ നേരത്ത് വേസ്റ്റ് ഒന്നും അടുക്കളയിൽ കിടക്കാൻ പാടില്ല. പ്ലേറ്റുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കിടക്കാവൂ. എത്ര ലേറ്റ് ആയാലും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം കിടക്കാവൂ. അതുപോലെ നമ്മളെ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ്, കുറച്ച് ചോറ് വെള്ളം ഒഴിച്ചിടും അടുക്കളയിൽ. അതായത് അന്നത്തിന് മുട്ടി കൊണ്ടില്ല, പിറ്റേ ദിവസമായിട്ട് കിളിക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, സമൃദ്ധിയായിട്ടുണ്ടാവും. പിന്നെ പാവങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്തു വെച്ചാൽ നല്ലതാണ്. എപ്പോഴും അത് പാവങ്ങളായിരിക്കണം, കളയുന്നവർക്ക് കൊടുക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ ചിട്ടവെട്ടിയോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനം ഉണ്ടാവും, നമ്മളിലും ധനമുണ്ടാവും. ധനം നിൽക്കാനായിട്ട് പേഴ്സുകൾ ഒക്കെ നമ്മളെപ്പോഴും ഈ ടിക്കറ്റുകൾ, ബില്ലുകൾ ഒക്കെ എടുത്ത് മാറ്റുക. ആവശ്യമില്ലാത്ത കാര്യം പൈസ, പേഴ്സ് ഓൺലി യൂസ് ഫോർ പണം, അതിന് മാത്രമായിട്ട് വയ്ക്കുക. നമ്മൾ സാധാരണ കിട്ടുന്ന ബില്ലൊക്കെ വയ്ക്കും, അതൊക്കെ മാറ്റിയിട്ട് പൈസയെ വളരെ ഭംഗിയോട്ട് ചിട്ടയോടെ. ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ വളർത്തുന്നു, സ്നേഹിക്കുന്നു, അതുപോലെ പണത്തെ സ്നേഹിച്ചാൽ മാത്രമേ പണം വരുള്ളൂ. എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നു അതേ നമുക്ക് തരുള്ളൂ. അപ്പോൾ നമ്മൾ പണത്തെ സ്നേഹിച്ചാൽ പണം വരും, സ്നേഹത്തെ സ്നേഹിച്ചാൽ സ്നേഹം വരുന്നു. എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയെ നമുക്ക് നടക്കുകയുള്ളൂ. ഇപ്പോൾ പണത്തിന് ചിലരുടെ പേഴ്സ് കണ്ടിട്ടുണ്ട്, ചിലരുടെ വീട്ടിൽ ചെന്നാലുണ്ടല്ലോ അടുക്കളയിൽ ഉണ്ടാവും ഒരു 100 രൂപ. എന്താ അവിടെ ഇവിടെ കൊച്ചറ അങ്ങനെ വയ്ക്കാൻ പാടില്ല. പണം എപ്പോഴും അടുക്കും ചുറ്റോടി ഭക്തിയോടുകൂടി വിനായകരെ എന്ന് വിളിച്ചിട്ട് വേണം പേഴ്സിൽ പൈസ വയ്ക്കാൻ. പൈസ എപ്പോഴും വയ്ക്കേണ്ടത് അലമാരിയും വടക്കോട്ട് തിരിച്ചിടുകയും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ധനം വയ്ക്കുകയും ചെയ്യാൻ. ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടാണ്, ധനം ഒഴുകിക്കൊണ്ടേ വരും. അത് സമൃദ്ധി, നമുക്ക് ധാരാളം സമൃദ്ധി നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ചിട്ടയോടെ ജീവിക്കുന്ന ഒരാൾക്കും ദാരിദ്ര്യം എന്നൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കളറിനെ പറ്റി പറഞ്ഞു, മന്ത്രത്തെ പറ്റി. മന്ത്രം എന്താണെന്നുള്ളത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മന്ത്രം എന്താണെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ പറയണേ പറയാം. ഇപ്പോൾ നമുക്കെപ്പോഴും നല്ലൊരു മന്ത്രമാണ് ഹനുമാൻ്റെ മന്ത്രം. അതായത് ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഇത് ചൊല്ലിക്കൊണ്ട് ജോലി സ്ഥലത്ത് ചെന്നാലും എന്ത് വണ്ടി കയറി എല്ലാം തന്നെ ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഇത് ചൊല്ലിയിട്ട് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് കയറാം, 3 കൂടുതലും ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വശ്യം വരാനായിട്ട് ഇപ്പം ഭാര്യ ഭർത്തൃ കലഹങ്ങളാണെന്ന് വെച്ചാൽ ഓം ഹ്രീം മോഹിനി മോഹിനി സംഭവ മോഹിനി മമപതി മമോശമാകർഷയാ മമാജ്ഞാനുവർത്തനം സ്വാഹ, അത് ചൊല്ലിയാൽ മതി. ഇനി ഭാര്യയ്ക്ക് ഇതാണെങ്കിലോ ഓം ഹ്രീം മോഹിനി മോഹിനി സംഭവ മോഹിനി മമപത്നി മമോശമാകർഷയാകർഷ സ്വാഹ. ഇനി ലവേഴ്സ് ആണെങ്കിലോ ആളുടെ പേര് ആഡ് ചെയ്തിട്ട് പറയാം, അങ്ങനെ പറയാം. ഇതൊക്കെ വശ്യമന്ത്രങ്ങളാണ്. ഇതൊന്നും അറിയാൻ പാടില്ല. ക്ലീം ശിവായ നമ, അവരുടെ നെറ്റി നോക്കി മനസ്സിൽ ചൊല്ലുക. ഓം ക്ലീം ശിവായ നമ, ക്ലീം ശിവായ നമ ചൊല്ലിയാൽ മതി. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമുക്ക് ഉപാസന ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് വലിച്ചിരിക്കൂട്ടോ, ശ്രദ്ധിക്കുന്നത് പറയുമ്പോൾ.
ഓം വജ്ര എനിക്ക് അനുഭവമായിട്ടാണ് അതാ പറഞ്ഞത്. വജ്രദേഹായ രാമഭക്തമായി നമ്മൾ ഹനുമാനെ ഉപാസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നവരുത്. പ്രാർത്ഥിച്ച ഹനുമാൻ നമ്മളെ വെറുതെ സംരക്ഷിക്കും. അപ്പോൾ നമ്മൾ ആര് ഉപദ്രവിച്ചാലും അവർക്ക് തിരിച്ചടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് പറയാനായിട്ട് എപ്പോഴും. ഹനുമാൻ സ്വാമിയുടെ നാമം ചൊല്ലുമ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കാതെ വേണം ചെല്ലാൻ. അത് പറഞ്ഞിട്ട് കഴിക്കാം. ഇപ്പോൾ നിവൃത്തിയിൽ അത് കൂടാതെ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഭഗവാനെ ആഞ്ജനേയ ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഒരു 21 പ്രാവശ്യം പഠിച്ചിട്ട് പോവുക. അതുപോലെ സ്ഥാപനത്തിൽ കയറുമ്പോഴും നമ്മൾ ചൊല്ലുക. അപ്പോൾ ഞാൻ രാവിലെ ആരും നോൺ കഴിച്ചില്ലല്ലോ, നോൺ കഴിച്ചിട്ട് ചൊല്ലാൻ പാടില്ല, അത് തെറ്റാണത്. അപ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പം നോൺ കഴിച്ചിട്ട് ചൊല്ലണമെങ്കിൽ നമുക്ക് ചൊല്ലാം മോഹിനി മോഹിനി സംഭവ മോഹിനി സർവജന്മ മോശം അകർഷ്യാകർഷ സ്വാഹ. ഈ മന്ത്രം ചൊല്ലുന്ന മുഖം കഴുകിയാലും വളരെയധികം നല്ലതായിരിക്കും കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ധാരാളം മന്ത്രങ്ങളുണ്ട്. ഇതൊന്നും ഗുരുപദേശില്ലാത്ത മന്ത്രങ്ങളും വജ്രദേഹായ ശ്രീരാമസ്വാമി പ്രാർത്ഥിച്ചോട് ചൊല്ലാൻ രാമ 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 ചൊല്ലിയ ശേഷം വേണം ഓം വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാമ 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 ചൊല്ലണം. കാരണം ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ ദാസനാണ് ഹനുമാൻ സ്വാമി. അതാണ് അദ്ദേഹത്തിന് ഇഷ്ടവും. അപ്പോൾ അതനുസരിച്ചോട് നമ്മൾ ചൊല്ലാനായിട്ട്. പിന്നെ തൊഴിലിൽ പ്രമോഷൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഓം വജ്രസ്പുവി എന്ന് പറയാം. സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിച്ചിട്ട് പറയാം. അതിന് വസ്തുതയല്ല, അത് നമുക്ക് ഐശ്വര്യദായകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും. എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കെല്ലാം സാധിച്ചിരിക്കും.